നമസ്കാരം. എല്ലാവർക്കും ഇന്നത്തെ റീഡിങ്ങിലേക്ക് സ്വാഗതം. ഇന്നത്തെ റീഡിങ്ങിൽ നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ മനസ്സിൽ ഒരുപാട് നാളുകളായി കൊണ്ടു നടന്ന ഒരു ആഗ്രഹത്തെക്കുറിച്ചാണ്. അതിനാൽ ഈ രണ്ട് കാർഡുകളിൽ നിങ്ങളെ ഏറ്റവും കൂടുതൽ അട്രാക്റ്റ് ചെയ്ത ഒരു കാർഡ് തിരഞ്ഞെടുക്കുക. നിങ്ങളുടെ മനസ്സിലുള്ള ആ ആഗ്രഹത്തെക്കുറിച്ച് യൂണിവേഴ്സ് നിങ്ങളോട് എന്താണ് പറയാൻ ശ്രമിക്കുന്നതെന്ന് നോക്കാം. അതിനായി ഈ വീഡിയോ അവസാനം വരെ കാണുക. നിങ്ങളൊരു കാർഡ് തിരഞ്ഞെടുത്തെന്ന് വിചാരിക്കുന്നു. ആദ്യത്തെ കാർഡ് തിരഞ്ഞെടുത്തവരുടെ റീഡിംഗ് നോക്കാം. ഈ റീഡിങ്ങിലെ ആദ്യത്തെ കാർഡായി വന്ന എയ്ക്ക് ഓഫ് വാണ്ട്സ് പറയുന്നത് ഒരു പുതിയ തുടക്കത്തിനുള്ള എനർജി ഇപ്പോഴും അലൈവിങ് ആണ് എന്നതാണ്. നിങ്ങളുടെ മനസ്സിലുള്ള കാര്യം കംപ്ലീറ്റ്ലി അവസാനിച്ചിട്ടില്ല. മേ ബി ഒരു പക്ഷേ നിങ്ങൾക്ക് ഡിലേ, സൈലൻസ്, നോ മൂവ്മെൻറ്റ് എന്നിവ ഫീൽ ചെയ്താലും അതിൻ്റെ ഹോപ്പും സ്പാർക്കും ഇപ്പോഴും ബാക്കിയുണ്ട്. നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ കാര്യങ്ങൾ നടക്കാനുള്ള ചാൻസ് ഈ കാർഡ് കാണിക്കുന്നു. എയ്ക്ക് ഓഫ് വാണ്ട്സ് പാഷൻ, കോൺഫിഡൻസ്, ആക്ഷൻ എന്നിവയുടെ കാർഡാണ്. നിങ്ങളുടെ ആഗ്രഹം ശക്തമായി ഇപ്പോഴും യൂണിവേഴ്സിൽ നിലനിൽക്കുന്നുണ്ട്. ഈ കാർഡ് വെയിറ്റിംഗ് മാത്രം ചെയ്യാതെ നിങ്ങളുടെ ആഗ്രഹം നേടിയെടുക്കുന്നതിന് പരിശ്രമിച്ചു കൊണ്ടിരിക്കണമെന്ന് പറയുന്നു. പരിശ്രമം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നിങ്ങളൊരു വ്യക്തമായ തീരുമാനത്തോടു കൂടി മുന്നോട്ട് പോവുക എന്നതാണ്. നിങ്ങളുടെ കോൺഫിഡൻറ്റ് ഈ സിറ്റുവേഷനിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പോസിറ്റീവ് മൈൻഡ് സെറ്റ് വെച്ചാൽ കാര്യങ്ങൾ മൂവ് ആകാൻ ചാൻസ് ഉണ്ട്. എയ്ക്ക് ഓഫ് വാണ്ട്സ് ഒരു സീഡ് പോലെയാണ്. ഇന്ന് നിങ്ങൾ നടുന്ന വിത്ത് നിങ്ങളുടെ ഫ്യൂച്ചർ ഗ്രോത്ത് പോസിബിൾ ആക്കും. എഫേർട്ട് കൊടുത്താൽ നിങ്ങൾ മനസ്സിൽ വിചാരിച്ച രീതിയിൽ കാര്യങ്ങൾ നടക്കും. ഈ കാർഡ് നിങ്ങളുടെ ആഗ്രഹം നടക്കുന്നതിന് അനുയോജ്യമായ ഒരു പോസിറ്റീവ് സൈൻ യൂണിവേഴ്സിൽ നിന്ന് വരുന്നതിനുള്ള സാധ്യത കാണിക്കുന്നു. അതായത് നിങ്ങൾ ആഗ്രഹിച്ച രീതിയിലുള്ള മെസ്സേജ്, കോൾ, മീറ്റിംഗ്, ഓഫർ അല്ലെങ്കിൽ അൺഎക്സ്പെക്റ്റഡ് ഓപ്പണിംഗ് എന്നിവയിൽ എന്തെങ്കിലും നിങ്ങളുടെ ആഗ്രഹവുമായി റിലേറ്റായി നിങ്ങൾക്ക് ലഭിക്കുകയാണെങ്കിൽ അത് നിങ്ങളുടെ ആഗ്രഹം നടക്കാൻ പോകുന്നു എന്നതിൻ്റെ യൂണിവേഴ്സൽ സൈനാണ്. അത് അവോയ്ഡ് ചെയ്യരുത്. മേ ബി നിങ്ങൾക്ക് ഗീവ് അപ്പ് ചെയ്യാൻ തോന്നിയാൽ പോലും യൂണിവേഴ്സ് ഡിവൈൻ ടൈമിങ്ങിൽ വിശ്വസിക്കുക. നിങ്ങളുടെ ആഗ്രഹം ജെന്യൂൻ ആണെങ്കിൽ തീർച്ചയായും യൂണിവേഴ്സ് നിങ്ങളോടൊപ്പം തന്നെ ഉണ്ടാകും. ഈ സ്പ്രെഡിലെ രണ്ടാമത്തെ കാർഡ് ദ ഹൈ പ്രിസ്റ്റസ് ആണ്. ഈ കാർഡ് പറയുന്നത് നിങ്ങളുടെ ആഗ്രഹം കംപ്ലീറ്റ്ലി ഇമ്പോസിബിൾ അല്ല എന്നതാണ്. ഈ കാർഡ് ഇപ്പോഴും പോസിറ്റീവ് എനർജി ഉണ്ടെന്ന് കാണിക്കുന്നു. നിങ്ങളുടെ മനസ്സിലുള്ള ആഗ്രഹം യൂണിവേഴ്സ് കേട്ടിട്ടുണ്ട് എന്ന് ഇവിടെ കാണാം. പക്ഷേ കാര്യങ്ങൾ ഇപ്പോഴും ഫുള്ളി ക്ലിയർ അല്ല. ഇനിയും ഹിഡൻ ഫാക്ടേഴ്സ് ഈ സിറ്റുവേഷനിൽ ഉണ്ടാകാം. നിങ്ങൾ മുഴുവൻ സത്യവും ഇപ്പോഴും മനസ്സിലാക്കാത്ത അവസ്ഥയിലായിരിക്കാം. ഈ കാർഡ് ക്ഷമ ആവശ്യപ്പെടുന്ന എനർജിയാണ്. ഇപ്പോൾ പാനിക് ആവുകയോ ഇതിനു വേണ്ടി എടുത്തുചാടി ഡിസിഷൻസ് എടുക്കുകയോ ചെയ്യരുത്. കാരണം തെറ്റായ തീരുമാനങ്ങൾ കാര്യങ്ങളെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് കൊണ്ടുപോകും. ഇപ്പോൾ കാര്യങ്ങൾ മൂവ് ചെയ്യാത്ത പോലെ തോന്നിയാലും വിഷമിക്കേണ്ടതില്ല. യൂണിവേഴ്സ് സിറ്റുവേഷൻ സ്ലോലി ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് റിസൾട്ട് വൈകിയാലും പ്രതീക്ഷയും പരിശ്രമവും കൈവിടരുത്. ഈ കാർഡ് ഡിലേഡ് എസ് എനർജിയാണ്. അതായത് നിങ്ങളുടെ ആഗ്രഹം നടക്കാൻ സാധ്യതയുണ്ട്, പക്ഷേ യൂണിവേഴ്സ് അത് സ്ലോലി അൺഫോൾഡ് ചെയ്യുകയാണ്. ടൈമിംഗ് ഇവിടെ വളരെ ഇമ്പോർട്ടൻ്റ് റോൾ പ്ലേ ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ മനസ്സിൽ വീണ്ടും വീണ്ടും വരുന്ന ചിന്തകൾ മുഴുവൻ തെറ്റല്ലെന്ന് ഈ കാർഡ് കാണിക്കുന്നു. യൂണിവേഴ്സ് നിങ്ങൾക്ക് ചില സൈൻ നൽകുന്നുണ്ട്. തുടർച്ചയായി കാണുന്ന സ്വപ്നങ്ങൾ, നമ്പേഴ്സ് എന്നിവ ശ്രദ്ധിക്കുക. നിങ്ങൾ ഇമോഷണലി മെച്യൂറായി കാമായിട്ട് ഇരിക്കണം. ഓവർ തിങ്കിങ് കുറച്ചാൽ ക്ലാരിറ്റി വരാൻ തുടങ്ങും. ഇപ്പോഴെല്ലാം ഡാർക്കായി തോന്നിയാലും പതുക്കെ സിറ്റുവേഷൻസ് ചേഞ്ച് ആകുന്നതായിരിക്കും. ഓവറോൾ ഈ കാർഡ് പറയുന്നത് നിങ്ങളുടെ ആഗ്രഹം സക്സസ് ആകാൻ ചാൻസ് ഉണ്ട്, പക്ഷേ ഡിവൈൻ ടൈമിംഗ് അനുസരിച്ച് സ്ലോലി അൺഫോൾഡ് ആകുന്ന പ്രോസസ് ആണിത്. അതുകൊണ്ട് ഓവർ തിങ്കിങ്ങോ പാനിക്കോ ആകാതെ ഡിവൈൻ ടൈമിങ്ങിൽ വിശ്വസിച്ച് കാത്തിരിക്കുക. അടുത്തതായി വന്നിരിക്കുന്നത് 9 ഓഫ് വാണ്ട്സ് ആണ്. ഈ കാർഡ് സ്ട്രഗിൾ എനർജിയാണ്. നിങ്ങൾ ഇമോഷണലി ടയേർഡായി ഇപ്പോൾ ഫീൽ ചെയ്യുന്നുണ്ടാകാം. നിങ്ങളുടെ ആഗ്രഹം ശരിക്കും നടക്കുമോ എന്നൊരു പേടിയും സംശയവും മനസ്സിൽ വീണ്ടും വീണ്ടും വരുന്നുണ്ടാകാം. പക്ഷേ ഇത്രയൊക്കെ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടും നിങ്ങൾ ഇതെല്ലാം ഇട്ടെറിഞ്ഞു പോകാതെ ഇപ്പോഴും പിടിച്ചു നിൽക്കുന്നുണ്ടെങ്കിൽ അതുതന്നെ നിങ്ങളുടെ ഏറ്റവും വലിയ പോസിറ്റീവ് സൈഡാണ്. ഇപ്പോൾ നിങ്ങളുടെ ക്ഷമയെ യൂണിവേഴ്സ് പരീക്ഷിക്കുന്ന സമയമാണ്. ലക്ഷ്യത്തിൽ എത്തുന്നതിന് തൊട്ടുമുന്ന് ഉണ്ടാകുന്ന ഒരു തടസ്സം മാത്രമാണിത്. അതുകൊണ്ട് തന്നെ ഈ ഘട്ടം വളരെ കോംപ്ലിക്കേറ്റഡ് ആയി തോന്നിയേക്കാം. ഒരുപാട് ദേഷ്യം, വിഷമം, ഓവർ തിങ്കിങ് എന്നിവയെല്ലാം നിങ്ങളിപ്പോൾ അനുഭവിക്കുന്നുണ്ട്. പക്ഷെ ഒരു കാര്യം ഓർക്കുക, വിജയം നിങ്ങളുടെ തൊട്ടടുത്തുണ്ട്. നിങ്ങളുടെ കഷ്ടപ്പാടുകൾക്ക് അവസാനമുണ്ടാകും. ഒരുപാട് വിഷമഘട്ടങ്ങൾ കടന്നു പോയിട്ടും നിങ്ങളിപ്പോഴും പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നുവെങ്കിൽ യൂണിവേഴ്സ് നിങ്ങളുടെ വിഷമങ്ങൾ കാണാതിരിക്കില്ല. അതിനു തീർച്ചയായും ഫലം ലഭിക്കുക തന്നെ ചെയ്യും. ഈ അനുഭവങ്ങൾ നിങ്ങളെ കൂടുതൽ സ്ട്രോങ് ആക്കുകയേ ഉള്ളൂ. അതുകൊണ്ട് തളരാതെ, പ്രതീക്ഷ കൈവിടാതെ മുന്നോട്ട് പോവുക.
ഈ സ്പ്രെഡിലെ അടുത്ത കാർഡ് 3 ഓഫ് പെൻറ്റക്കിൾസ് ആണ്. ഈ കാർഡ് പറയുന്നത് നിങ്ങൾ വിചാരിച്ച കാര്യം നടക്കണമെങ്കിൽ ചിലപ്പോൾ മറ്റുള്ളവരുടെ സഹായം ആവശ്യമായി വന്നേക്കാം. നിങ്ങളുടെ ആഗ്രഹം ജോലിയെക്കുറിച്ചാണെങ്കിൽ പതിയെ നല്ലൊരു വളർച്ചയും അംഗീകാരവും ഒക്കെ വരാൻ ചാൻസ് ഉണ്ട്. പ്രണയത്തിൻ്റെ കാര്യമാണെങ്കിൽ രണ്ടുപേരുടെയും ഭാഗത്തു നിന്ന് ഒരുപോലെ ശ്രമമുണ്ടാകണം. ഒരാൾ മാത്രം വിചാരിച്ചാൽ ശരിയാവില്ല. നിങ്ങളുടെ ലക്ഷ്യത്തിന് നല്ലൊരു അടിത്തറയുണ്ടാക്കാൻ പറ്റിയ സമയമാണിത്. യൂണിവേഴ്സ് നിങ്ങളുടെ ഭാഗത്തു നിന്ന് ആഗ്രഹിക്കുന്നത് എഫേർട്ടാണ്. നിങ്ങളുടെ ഭാഗത്തു നിന്ന് നല്ല രീതിക്ക് എഫേർട്ട് ആവശ്യമാണ്. ചെയ്യുന്ന കാര്യങ്ങൾ പ്രാക്ടിക്കലായി ചെയ്യുക. നിങ്ങളുടെ കഴിവുകൾ മെച്ചപ്പെടുത്തിക്കൊണ്ടിരിക്കുക. ചെയ്യുന്ന കാര്യത്തിൽ സ്ഥിരത നിലനിർത്തുക. ഇതൊരു ലേണിംഗ് സ്റ്റേജ് കൂടിയാണ്. നിങ്ങളുടെ ആഗ്രഹം പണസംബന്ധമായിട്ടുള്ളതാണെങ്കിൽ പതുക്കെ ഇംപ്രൂവ്മെൻ്റ് ആകും. ചിലപ്പോൾ നിങ്ങളെ സഹായിക്കാൻ ആരെങ്കിലും കടന്നു വന്നേക്കാം. അതുകൊണ്ട് തിടുക്കം കൂട്ടാതെ ക്ഷമയോടെ മുന്നോട്ട് പോവുക. ഈ സ്പ്രെഡിലെ അടുത്ത കാർഡ് 8 ഓഫ് സ്വാർഡ് ആണ്. ഈ സ്പ്രെഡിലെ ബിഗ്ഗസ്റ്റ് ബ്ലോക്കേജ് ഈ കാർഡാണ്. നിങ്ങളെ മുന്നോട്ട് പോകാൻ സമ്മതിക്കാതെ തടഞ്ഞു നിർത്തുന്നത് നിങ്ങളുടെ ഉള്ളിലെ ഭയം തന്നെയാണ്. നിങ്ങളുടെ ആഗ്രഹം നടക്കാൻ സാധ്യതയില്ലെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടാകാം. മുന്നിൽ വലിയ തടസ്സങ്ങളുണ്ടെന്ന് ഫീൽ ചെയ്യാം. എന്നാൽ സത്യത്തിൽ അവിടെ അങ്ങനെ വലിയൊരു തടസ്സമില്ല. എല്ലാം നിങ്ങളുടെ മനസ്സിൽ തോന്നുന്ന കാര്യങ്ങളാണ്. ഒരുപാട് ഓവർ തിങ്കിങ് ചെയ്ത് നിങ്ങൾ സ്വയം വീക്കാവുകയാണ്. നിങ്ങളുടെ ഓവർ തിങ്കിങ് അല്ലെങ്കിൽ നെഗറ്റീവ് ചിന്തകൾ കാര്യങ്ങൾ കൂടുതൽ വൈകാൻ മാത്രമേ ഉപകരിക്കൂ. പണ്ടുണ്ടായ പരാജയങ്ങൾ വീണ്ടും ഉണ്ടാകുമോ എന്ന പേടിയാണ് ഇതിന് കാരണം. നിങ്ങളുടെ ചിന്താഗതി മാറ്റാനാണ് യൂണിവേഴ്സ് ആവശ്യപ്പെടുന്നത്. നിങ്ങളെ കൊണ്ട് ഒന്നിനും കഴിയില്ല എന്ന ചിന്ത ഉണ്ടാകുന്നുണ്ടെങ്കിൽ അത്തരം ചിന്തകൾ മാറ്റുക. സ്വയം സംശയിക്കാതെ കോൺഫിഡൻ്റായി കാര്യങ്ങൾ അഭിമുഖീകരിക്കുക. ഇപ്പോഴത്തെ സിറ്റുവേഷൻ വെറും ടെമ്പററിയാണ്. നിങ്ങളുടെ ഓവർ തിങ്കിങ്ങും കൺഫ്യൂഷനും എല്ലാം മാറ്റിവെച്ച് മുന്നോട്ട് നീങ്ങുക. മെഡിറ്റേഷനോ പ്രാർത്ഥനകളോ ചെയ്യുന്നത് ഇത്തരം സിറ്റുവേഷനിൽ നിങ്ങളെ സഹായിക്കും. ഈ സ്പ്രെഡിലെ അടുത്ത കാർഡ് 2 ഓഫ് പെൻറ്റക്കിൾസ് ആണ്. 2 ഓഫ് പെൻറ്റക്കിൾസ് കാണിക്കുന്നത് നിങ്ങളുടെ മനസ്സിൽ ഒരു ബാലൻസ് ഇല്ലായ്മയുണ്ട് എന്നതാണ്. ഒരു സമയം ഭയങ്കര പോസിറ്റീവ് എനർജി ഫീൽ ചെയ്യും. തൊട്ടടുത്ത നിമിഷം ഭയങ്കര നെഗറ്റീവ് ചിന്തകൾ ഉണ്ടാകും. അതുകൊണ്ട് തന്നെ കാര്യങ്ങളിൽ ഒരു സ്ഥിരത കുറവുണ്ട്. ജീവിതത്തിൽ ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ ഒരുമിച്ച് വരുന്നതുകൊണ്ട് നിങ്ങളുടെ ശ്രദ്ധ മാറിപ്പോകുന്നുണ്ടാകാം. സാഹചര്യങ്ങൾ മാറി മാറി വരാൻ സാധ്യതയുണ്ട്. നല്ല ക്ഷമ വേണം. സാമ്പത്തിക കാര്യങ്ങൾ ബാലൻസ് ചെയ്യേണ്ടതും ഇമ്പോർട്ടൻ്റ് ആണ്. പെട്ടെന്നുള്ള ദേഷ്യത്തിലോ സങ്കടത്തിലോ തീരുമാനങ്ങൾ എടുക്കരുത്. മാറ്റങ്ങളെ ഉൾക്കൊണ്ട് മുന്നോട്ട് പോയാൽ വിജയം ഉറപ്പാണ്. പ്രണയത്തിൻ്റെ കാര്യത്തിൽ ഒരു ഓൺ ആൻഡ് ഓഫ് അവസ്ഥ ഉണ്ടാകാം. ജോലിയുടെ കാര്യത്തിൽ ഒരുപാട് കാര്യങ്ങൾ ഒരേ സമയം ചെയ്യേണ്ടി വരുന്ന ഒരു ഘട്ടമാണിത്. ഈ മാറ്റത്തിൻ്റെ സമയം കഴിഞ്ഞ് നിങ്ങളുടെ മനസ്സിൽ ഒരു ബാലൻസ് വരുമ്പോൾ കാര്യങ്ങൾ വേഗത്തിലാവാൻ സാധ്യതയുണ്ട്. ഈ റീഡിങ്ങിലെ അടുത്ത കാർഡ് 3 ഓഫ് കപ്സ് ആണ്. ഇതാണ് ഈ റീഡിങ്ങിലെ അവസാനത്തെ ഏറ്റവും പോസിറ്റീവായ കാർഡ്. സന്തോഷം, വിജയം, ആഗ്രഹിച്ച കാര്യങ്ങൾ സാധ്യമാവുക എന്നിവയൊക്കെയാണ് ഇത് കാണിക്കുന്നത്. നിങ്ങൾ മനസ്സിൽ വിചാരിച്ച കാര്യവുമായി ബന്ധപ്പെട്ട് വലിയൊരു സന്തോഷം നിങ്ങളെ കാത്തിരിക്കുന്നു എന്നതിൻ്റെ സ്ട്രോങ് ആയ സൂചനയാണിത്. എന്തെങ്കിലും പോസിറ്റീവ് ന്യൂസ് കേൾക്കാൻ സാധ്യതയുണ്ട്. കൂടെ നിൽക്കാൻ നല്ല ആളുകളും ഉണ്ടാകും. ഒരുപാട് കഷ്ടപ്പാടുകൾക്ക് ശേഷം കിട്ടുന്ന വലിയൊരു ആശ്വാസമാണിത്. നിങ്ങൾ ഒരിക്കൽ സംശയത്തോടെ കണ്ടിരുന്ന കാര്യം പോസിറ്റീവായി തന്നെ നടക്കും. ആദ്യം ചെറിയൊരു വിജയം ഉണ്ടാകും. പിന്നീട് നിങ്ങളുടെ ആഗ്രഹം പോസിറ്റീവായി നടക്കും. ഇതോടൊപ്പം ഈ കാർഡ് സോഷ്യൽ എനർജി കൂടി കാണിക്കുന്നു. അതായത് നിങ്ങൾ പുതിയ ആളുകളെ മീറ്റ് ചെയ്യാനും നല്ല കണക്ഷൻസ് ബിൽഡ് ചെയ്യാനും ചാൻസ് ഉണ്ട്. ലോങ് ടൈം സ്ട്രെസ് അല്ലെങ്കിൽ ഇമോഷണൽ ഹെവിനെസ് കുറയും. ചിലപ്പോൾ അൺഎക്സ്പെക്റ്റഡ് ഗുഡ് ന്യൂസ് അല്ലെങ്കിൽ സർപ്രൈസ് സെലിബ്രേഷൻസ് ഉണ്ടാകും. നിങ്ങളുടെ ഇപ്പോഴത്തെ മോശം സമയങ്ങൾ പതിയെ മാറി സന്തോഷം, ഇമോഷണൽ സാറ്റിസ്ഫാക്ഷൻ, വിജയം എന്നിവ നിറഞ്ഞ ടൈം അടുത്തു വരുന്നു. ഈ റീഡിങ്ങിൻ്റെ ഓവറോൾ എനർജി നോക്കിയാൽ നിങ്ങൾ മനസ്സിൽ വിചാരിച്ച കാര്യം നടക്കാൻ വളരെ ശക്തമായ സാധ്യതയുണ്ട്. പക്ഷേ അത് പെട്ടെന്ന് ഒറ്റയടിക്ക് സംഭവിക്കില്ല. കുറച്ച് സമയം എടുക്കുന്ന ഒരു പ്രോസസ്സാണിത്. ഇപ്പോൾ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്ന ഡിലേ, കൺഫ്യൂഷൻ, ഓവർ തിങ്കിങ്, ഫിയർ ഇതൊക്കെയാണ് ഈ സിറ്റുവേഷൻ സ്ലോ ആക്കാൻ കാരണം. ഇപ്പോൾ നിങ്ങളുടെ മനസ്സ് സ്റ്റേബിൾ അല്ലാത്ത പോലെ ഫീൽ ചെയ്യാം. ഒരേ സമയം പല പല ചിന്തകൾ വരാം. ഇത് നടക്കുമോ, ഇനി എന്താകും, വെയിറ്റ് ചെയ്യണോ, മൂവ് ചെയ്യണോ എന്നിങ്ങനെയുള്ള കൺഫ്യൂഷൻസ് മനസ്സിൻ്റെ ക്ലാരിറ്റി കുറയ്ക്കും. തീരുമാനങ്ങൾ എടുക്കാനും കുറച്ച് ബുദ്ധിമുട്ട് തോന്നും.
പക്ഷേ യഥാർത്ഥത്തിൽ നിങ്ങളുടെ സിറ്റുവേഷൻ ബ്ലോക്ക് ആയിട്ടില്ല. പ്രോബ്ലം സിറ്റുവേഷനിലല്ല, നിങ്ങളുടെ മൈൻഡ് സെറ്റിലാണ്. യൂണിവേഴ്സ് ഇപ്പോൾ നിങ്ങൾക്ക് ഇമോഷണലി സ്ട്രോങ് ആകാനും മെൻ്റലി ക്ലിയർ ആകാനും വേണ്ടിയാണ് ഈ ടൈം തരുന്നത്. ഈ ഡിലേ ഒരു പണിഷ്മെൻ്റ് അല്ല, ഒരു പ്രിപ്പറേഷൻ സ്റ്റേജ് ആണ്. നിങ്ങളെ കൂടുതൽ ക്ഷമയുള്ളവരാക്കാനും ഇമോഷണലി ബാലൻസ്ഡ് ആക്കാനും വേണ്ടിയാണ് ഇത് നടക്കുന്നത്. ഈ ആഗ്രഹം നടക്കാൻ 3 പ്രധാന കാര്യങ്ങൾ വേണം: പേഷ്യൻസ്, കൺസിസ്റ്റൻ്റ് എഫേർട്ട്, പിന്നെ സ്ട്രോങ് ഫെയ്ത്ത്. നിങ്ങൾ ചെറിയ സ്റ്റെപ്പ് എടുക്കുന്നത് പോലെ യൂണിവേഴ്സും സ്ലോ ആയി വർക്ക് ചെയ്യുന്നു. ഓവർ തിങ്കിങ് കുറച്ച് പോസിറ്റീവ് മൈൻഡ് സെറ്റ് മെയിൻറ്റെയിൻ ചെയ്താൽ സിറ്റുവേഷൻ ഇംപ്രൂവ് ആകും. വലിയൊരു റിലീഫ്, സന്തോഷം, ഇമോഷണൽ സാറ്റിസ്ഫാക്ഷൻ എല്ലാം നിങ്ങൾക്ക് ഉറപ്പായും അനുഭവപ്പെടുന്ന ഒരു സമയം അടുത്തു വരുന്നു. ഇനി നമുക്ക് രണ്ടാമത്തെ കാർഡ് തിരഞ്ഞെടുത്തവരുടെ റീഡിംഗ് നോക്കാം. ഈ റീഡിങ്ങിൽ ആദ്യത്തെ കാർഡായി വന്നിരിക്കുന്നത് 10 ഓഫ് കപ്സ് ആണ്. നിങ്ങളുടെ ജീവിതത്തിൽ വരാൻ പോകുന്ന വലിയ സന്തോഷത്തെയും സമാധാനത്തെയുമാണ് ഈ കാർഡ് കാണിക്കുന്നത്. നിങ്ങളുടെ വലിയൊരു സ്വപ്നം ഈ കാലയളവിൽ യാഥാർത്ഥ്യമാകാൻ പോകുന്നു. നിങ്ങളുടെ ബന്ധങ്ങളിൽ പരസ്പര വിശ്വാസവും ബഹുമാനവും പണ്ടത്തേക്കാൾ വലിയ രീതിയിൽ വർദ്ധിക്കും. നിങ്ങളുടെ ലൈഫിൽ പഴയ പ്രശ്നങ്ങളെല്ലാം മാറി വളരെ സമാധാനപരമായ ഒരു അന്തരീക്ഷം ഇനിയുണ്ടാകും. നിങ്ങളെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന നല്ല ആളുകൾ എപ്പോഴും കൂടെയുണ്ടാകുമെന്നൊരു ഉറപ്പ് ഇതിലൂടെ ലഭിക്കുന്നുണ്ട്. സാമ്പത്തികമായും മാനസികമായും വലിയൊരു സുരക്ഷിതത്വം നിങ്ങൾക്ക് ഈ സമയം അനുഭവപ്പെടും. ദൈവാനുഗ്രഹവും ഭാഗ്യവും നിങ്ങളുടെ കൂടെയുള്ളതുകൊണ്ട് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം എളുപ്പത്തിൽ നടക്കും. മനസ്സിലെ പഴയ വിഷമങ്ങളും ആശങ്കകളും എല്ലാം മാറി പുതിയൊരു പോസിറ്റീവ് എനർജി നിങ്ങളിൽ നിറയും. നിങ്ങളുടെ ചുറ്റുമുള്ളവരോട് ക്ഷമിക്കാനും അവരെ സ്നേഹിക്കാനും ഉള്ള നല്ലൊരു മനസ്സ് നിങ്ങൾക്കുണ്ടാകണം. ഒരു പുതിയ തുടക്കം പ്രതീക്ഷിക്കാവുന്നതാണ്. ബന്ധങ്ങളിലെ പഴയ അകൽച്ചകൾ എല്ലാം മാറി എല്ലാവരും ഒന്നിക്കുന്ന സാഹചര്യം വരും. നിങ്ങളെ മാനസികമായി പിന്തുണയ്ക്കാൻ ആളുകളുണ്ടാകും. ഇത് നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും സന്തുഷ്ടകരമായ ഒരു കാലഘട്ടത്തെയാണ് കാണിക്കുന്നത്. ഈ റീഡിങ്ങിലെ അടുത്ത കാർഡ് 4 ഓഫ് വാൻഡ്സ് ആണ്. നിങ്ങൾ ചെയ്ത കഠിനാധ്വാനത്തിന് തക്കമായ വിജയവും അതിൻ്റെ ആഘോഷവുമാണ് ഈ കാർഡ് സൂചിപ്പിക്കുന്നത്. ജീവിതത്തിൽ വളരെ സുരക്ഷിതത്വവും ശക്തവുമായ ഒരു അടിത്തറ പണിയാൻ നിങ്ങൾക്ക് ഈ സമയത്ത് സാധിക്കും. പുതിയ വീട് വാങ്ങാനോ അല്ലെങ്കിൽ പുതുക്കി പണിയാനോ സാധ്യതയുണ്ട്. നിങ്ങൾ മനസ്സിൽ വിചാരിച്ച ഒരു വലിയ ലക്ഷ്യം വളരെ വിജയകരമായി തന്നെ പൂർത്തിയാക്കാൻ സാധിക്കും. പുതിയ ബിസിനസ്സിലോ ജോലിയിലോ വളരെ നല്ലൊരു തുടക്കം ഈ കാലയളവിൽ നിങ്ങൾക്ക് ലഭിക്കും. സുഹൃത്തുക്കളുടെയും ബന്ധുക്കളുടെയും വലിയ രീതിയിലുള്ള പിന്തുണ നിങ്ങൾക്ക് എപ്പോഴും കൂടെയുണ്ടാകും. മാനസികമായി വലിയൊരു ആശ്വാസവും സമാധാനവും സന്തോഷവും നിങ്ങൾക്ക് ഈ സമയങ്ങളിൽ ലഭിക്കും. മികച്ച സൗഹൃദങ്ങൾ സ്ഥാപിക്കാൻ നിങ്ങൾക്ക് അവസരം ലഭിക്കും. നിങ്ങൾ ചെയ്യുന്ന എല്ലാ കാര്യത്തിലും നല്ലൊരു സ്ഥിരത കണ്ടെത്താൻ ഈ സമയത്ത് കഴിയും. മനസ്സ് തുറന്ന് ആസ്വദിക്കാൻ പറ്റിയ യാത്രകൾ ചെയ്യാനും അതിന് പണം കണ്ടെത്താനും സാധിക്കും. നിങ്ങളുടെ ഉള്ളിലെ ആത്മവിശ്വാസം വലിയ രീതിയിൽ വർദ്ധിക്കുന്നത് നിങ്ങൾക്ക് തന്നെ അറിയാൻ കഴിയും. പുതിയ ബിസിനസ് അവസരങ്ങളും ജോലിയിലെ നല്ലൊരു മാറ്റം അല്ലെങ്കിൽ പ്രൊമോഷൻ ഈ സമയത്ത് പ്രതീക്ഷിക്കാം. ആഗ്രഹിച്ച കാര്യങ്ങൾ ഒന്നും വൈകാതെ തന്നെ കൃത്യസമയത്ത് നടക്കുന്നത് വലിയൊരു ആശ്വാസമാകും. 5 ഓഫ് സ്വർഡ് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള ചെറിയ തർക്കങ്ങളെയോ ജാഗ്രത കുറവിനെയോ ആണ് കാണിക്കുന്നത്. വ്യക്തിബന്ധങ്ങളിൽ ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങളോ വാക്കേറ്റങ്ങളോ വരാൻ സാധ്യതയുള്ളതിനാൽ വളരെ ശ്രദ്ധിക്കണം. നിങ്ങളുടെ ചുറ്റുപാടുമുള്ളവരിൽ ചിലരെ അമിതമായി വിശ്വസിക്കുമ്പോൾ വലിയ രീതിയിൽ ജാഗ്രത പുലർത്തണം. ഉള്ളിലെ ഈഗോ കാരണം നല്ല ബന്ധങ്ങൾ തകർന്നു പോകാതെ നോക്കേണ്ടതും ആവശ്യമാണ്. അനാവശ്യമായ വാദപ്രതിവാദങ്ങളിൽ നിന്നും ചർച്ചകളിൽ നിന്നും ഈ സമയത്ത് ഒഴിഞ്ഞു നിൽക്കുകയാണ് നല്ലത്. ചില പ്രത്യേക സാഹചര്യങ്ങളിൽ ശാഠ്യം പിടിച്ചു നിൽക്കാതെ വിട്ടുവീഴ്ചകൾ ചെയ്യേണ്ടി വരും. എല്ലാവരെയും എല്ലായ്പ്പോഴും ജയിക്കാൻ നോക്കുന്നത് നല്ലതല്ലെന്ന് ബുദ്ധിപൂർവ്വം മനസ്സിലാക്കുക. ഉള്ളിൽ ശത്രുത ഒളിപ്പിച്ച് പുറത്തു ചിരിക്കുന്ന ആളുകളെക്കുറിച്ച് ബോധവാനായിരിക്കണം. പ്രശ്നങ്ങൾ ദേഷ്യപ്പെടാതെ വളരെ ശാന്തമായി കൈകാര്യം ചെയ്യാൻ ശ്രമിക്കുക. എടുത്തുചാടിയും ദേഷ്യപ്പെട്ടും എടുക്കുന്ന തീരുമാനങ്ങൾ വലിയ നഷ്ടങ്ങൾ ഉണ്ടാക്കാൻ കാരണമാകും. പണമിടപാടുകൾ നടത്തുമ്പോഴും കരാറുകളിൽ ഒപ്പിടുമ്പോഴും പ്രത്യേകം ശ്രദ്ധ പുലർത്തുക. വ്യക്തിപരമായ രഹസ്യങ്ങൾ മറ്റുള്ളവരുമായി പങ്കുവെക്കാതിരിക്കുക. ദേഷ്യവും വാക്കുകളും നിയന്ത്രിക്കേണ്ടത് ഈ സമയത്ത് വളരെ അനിവാര്യമായ ഒരു കാര്യമാണ്. നെഗറ്റീവ് ആളുകളോട് അകലം പാലിക്കുന്നത് നിങ്ങളുടെ മനസ്സിന് വലിയ സമാധാനം തരും. അടുത്ത കാർഡ് ദ വേൾഡ് ആണ്. നിങ്ങളുടെ ജീവിതത്തിലെ വലിയൊരു ഘട്ടം അല്ലെങ്കിൽ സൈക്കിൾ വിജയകരമായി പൂർത്തിയാക്കി എന്നതാണ് ഈ കാർഡ് കാണിക്കുന്നത്. നിങ്ങൾ ദീർഘകാലമായി ആഗ്രഹിച്ച വലിയ കാര്യങ്ങൾ അതിൻ്റെ ലക്ഷ്യസ്ഥാനത്ത് എത്തിച്ചേരും. വിദേശ യാത്രകൾ ചെയ്യാനോ
അല്ലെങ്കിൽ വിദേശത്ത് നല്ല ജോലി ലഭിക്കാനോ വലിയ സാധ്യതയുണ്ട്. നിങ്ങൾ ചെയ്ത കഠിനാധ്വാനത്തിന് തക്കതായ വലിയ പ്രതിഫലം ഈ സമയത്ത് ലഭിക്കും. ഒരു പുതിയ നല്ല തുടക്കത്തിനായുള്ള വലിയ വഴികൾ നിങ്ങളുടെ മുന്നിൽ തെളിയാൻ പോകുന്നു. മാനസികമായും ശാരീരികമായും നിങ്ങളുടെ ആരോഗ്യം പണ്ടത്തേക്കാൾ മെച്ചപ്പെടും. പുതിയ അറിവുകളും നല്ല അനുഭവങ്ങളും ജീവിതത്തിൽ നേടിയെടുക്കാൻ നിങ്ങൾക്ക് സാധിക്കും. പഴയ കടബാധ്യതകളിൽ നിന്നും മോചനം ലഭിക്കും. ആത്മീയമായ ചിന്തകളും മനസ്സമാധാനവും വലിയ രീതിയിൽ വർദ്ധിക്കുന്നതാണ്. പ്രണയബന്ധങ്ങളിലും കുടുംബജീവിതത്തിലും വലിയ വിജയങ്ങൾ സ്വന്തമാക്കാൻ സാധിക്കും. നിങ്ങളുടെ വലിയ സ്വപ്നങ്ങളെല്ലാം ഒന്നൊന്നായി യാഥാർത്ഥ്യമാകുന്ന നല്ലൊരു സമയമാണിത്. നിങ്ങളുടെ വലിയ സ്വപ്നങ്ങളെല്ലാം ഒന്നൊന്നായി യാഥാർത്ഥ്യമാകുന്ന നല്ലൊരു സമയമാണിത്. ഭാഗ്യം നിങ്ങളുടെ കൂടെയുള്ളതുകൊണ്ട് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം നന്നായി വരും. വിജയത്തിൻ്റെയും പൂർണ്ണതയുടെയും പരമോന്നതമായ ഒരു കാർഡാണിത്. അടുത്ത കാർഡ് ദി ചാരിയോട്ടാണ്. നിങ്ങളുടെ വലിയ നിശ്ചയദാർഢ്യത്തെയും ലക്ഷ്യത്തിലേക്കുള്ള ശക്തമായ ഉയർച്ചയെയുമാണ് ഈ കാർഡ് കാണിക്കുന്നത്. നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് വലിയ വേഗത്തോടെ മുന്നേറാൻ നിങ്ങൾക്ക് ഈ സമയത്ത് കഴിയും. വഴിയിൽ എത്ര വലിയ തടസ്സങ്ങൾ ഉണ്ടായാലും അതിനെയെല്ലാം മറികടക്കാൻ നിങ്ങൾക്ക് കഴിയും. മനസ്സും ശരീരവും ഒരുപോലെ നിയന്ത്രിച്ച് മുന്നോട്ട് പോകാൻ നിങ്ങൾക്ക് സാധിക്കും. പുതിയ വാഹനങ്ങൾ വാങ്ങാനും വലിയ യാത്രകൾ ചെയ്യാനും സാധ്യതയുണ്ട്. കരിയറിലും ചെയ്യുന്ന ബിസിനസ്സിലും വലിയ മുന്നേറ്റവും ലാഭവും ഉണ്ടാകുന്ന സമയമാണിത്. നിങ്ങളുടെ ഉള്ളിലെ വലിയ ആത്മവിശ്വാസമാണ് നിങ്ങളുടെ ഏറ്റവും വലിയ കരുത്തെന്ന് തിരിച്ചറിയുക. വിപരീത സാഹചര്യങ്ങളെ പോലും ബുദ്ധിപൂർവ്വം നിങ്ങൾക്ക് അനുകൂലമാക്കി മാറ്റാൻ കഴിയും. കഠിനാധ്വാനത്തിലൂടെ മാത്രമേ വലിയ വിജയം കൈവരിക്കാൻ സാധിക്കൂ. മത്സര പരീക്ഷകളിലും അഭിമുഖങ്ങളിലും വിജയം നേടാൻ ഈ സമയത്ത് സാധിക്കും. നിങ്ങളുടെ ചിന്തകളിൽ വലിയ വ്യക്തതയും കൃത്യതയും ഉണ്ടാകാൻ പോകുന്ന സമയമാണിത്. ശത്രുക്കളെയും നിങ്ങളുടെ തടസ്സങ്ങളെയും പൂർണ്ണമായി തകർത്ത് മുന്നേറാൻ സാധിക്കും. നിങ്ങളുടെ മനസ്സാന്നിധ്യം കൈവിട്ടു പോകാതെ ശ്രദ്ധിക്കുക. പുതിയ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കാൻ നിങ്ങൾ പൂർണ്ണമായും തയ്യാറാകും. നിങ്ങളുടെ കഴിവുകൾ അംഗീകരിക്കപ്പെടുന്ന സമയമാണ് വരുന്നത്. വിദേശത്തോ മറ്റു ദൂരസ്ഥലങ്ങളിലോ നല്ലൊരു ജോലി ലഭിക്കാൻ വലിയ സാധ്യതയുണ്ട്. ആഗ്രഹിച്ച കാര്യങ്ങൾ നേടിയെടുക്കാനുള്ള ഒരു പോരാട്ട വീര്യം നിങ്ങൾക്കുണ്ടാകും. ജീവിതത്തിൽ വലിയ പോസിറ്റീവ് മാറ്റം ഈ സമയത്ത് സംഭവിക്കാൻ സാധ്യതയുണ്ട്. നിങ്ങൾ നിങ്ങളുടെ ലക്ഷ്യത്തിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ച് മുന്നോട്ട് പോയാൽ വിജയം ഉറപ്പാണ്. ഈ സ്പ്രെഡിലെ അവസാനത്തെ കാർഡ് ക്യൂൻ ഓഫ് കപ്സ് ആണ്. നിങ്ങളുടെ മനസ്സ് വളരെ ശാന്തവും സ്നേഹസമ്പന്നവുമാകുന്ന ഒരു സമയത്തെയാണ് ഈ കാർഡ് കാണിക്കുന്നത്. മറ്റുള്ളവരുടെ വിഷമങ്ങൾ പെട്ടെന്ന് തിരിച്ചറിയാനും അവരെ സഹായിക്കാനും നിങ്ങൾക്ക് കഴിയും. കല, ക്രിയേറ്റീവ് ജോബ് തുടങ്ങിയ മേഖലകളിൽ ഇൻട്രസ്റ്റ് കൂടും. നിങ്ങളുടെ ബന്ധങ്ങളിൽ വൈകാരികമായ സുരക്ഷിതത്വം അനുഭവപ്പെടാൻ പോകുന്നു. മറ്റുള്ളവരോട് പെട്ടെന്ന് ക്ഷമിക്കാനും അവരെ സ്നേഹിക്കാനുമുള്ള മനസ്സ് ഉണ്ടാക്കണം. മാനസികമായ അസ്വസ്ഥതകളെല്ലാം മാറി മനസ്സ് നല്ല ശാന്തമായി തോന്നും. ആത്മീയമായ കാര്യങ്ങളിൽ കൂടുതൽ താല്പര്യം തോന്നുന്ന സമയമാണ്. നെഗറ്റീവായ ആളുകളിൽ നിന്ന് തന്ത്രപൂർവ്വം മാറി നിൽക്കുക. മനസ്സിൽ എപ്പോഴും നല്ല ചിന്തകളും പുതിയ ആശയങ്ങളും ഉദിക്കുന്ന സമയമാണിത്. സമാധാനപരമായ ഒരു അന്തരീക്ഷം ചുറ്റുമുണ്ടാക്കിയെടുക്കാൻ നിങ്ങൾ ആഗ്രഹിക്കും. ഈ 7 കാർഡുകളുടെയും ടോട്ടൽ എനർജി നോക്കുകയാണെങ്കിൽ നിങ്ങളിപ്പോൾ ജീവിതത്തിലെ വലിയൊരു വളർച്ചയിലേക്കും മാറ്റത്തിലേക്കും കാലെടുത്ത് വയ്ക്കുന്ന സമയമാണിത്. കഴിഞ്ഞ കുറേ കാലങ്ങളായി നിങ്ങൾ അനുഭവിച്ച കഷ്ടപ്പാടുകൾക്കും കഠിനാധ്വാനത്തിനുമുള്ള പൂർണ്ണമായ പ്രതിഫലം ലഭിക്കാൻ പോവുകയാണ്. ഇനി വരാൻ പോകുന്നത് വലിയ വിജയങ്ങളുടെയും ആഘോഷങ്ങളുടെയും നാളുകളാണ്. പുതിയ വീട്, ജോലിയിലോ ബിസിനസ്സിലോ മുന്നേറ്റം എന്നിവ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. നിങ്ങൾക്ക് ഇപ്പോൾ മാനസിക കരുത്തും ആത്മവിശ്വാസവും വർദ്ധിക്കുന്ന സമയമാണ്. പതറിപ്പോകാതെ കൃത്യമായ തീരുമാനങ്ങൾ എടുക്കാനും തടസ്സങ്ങളെയും ശത്രുക്കളെയും തന്ത്രങ്ങളെയും തകർത്ത് മുന്നേറാനും നിങ്ങൾക്ക് സാധിക്കും. വിദേശ യാത്രകൾക്ക് അവസരങ്ങൾ ഉണ്ടാകാം. നിങ്ങളുടെ മാതാപിതാക്കളിൽ നിന്ന് സ്നേഹവും പിന്തുണയും കൂടുതലായി ലഭിക്കും. നിങ്ങൾക്ക് വലിയ വിജയങ്ങൾ ഉണ്ടാകും. അതുകൊണ്ട് തന്നെ നിങ്ങളെ മാനസികമായി തളർത്താൻ ആളുകൾ ശ്രമിക്കാം. അത്തരം സാഹചര്യങ്ങളിൽ ദേഷ്യപ്പെട്ട് പ്രശ്നങ്ങൾ കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആക്കാതെ ബുദ്ധിപൂർവ്വം അത്തരം ആളുകളിൽ നിന്ന് അകലം പാലിക്കുക. വ്യക്തിപരമായ രഹസ്യങ്ങൾ ആരോടും പങ്കുവയ്ക്കാതിരിക്കുക. നെഗറ്റിവിറ്റിയെയും തർക്കങ്ങളെയും അവഗണിച്ച് നിങ്ങളുടെ ആത്മവിശ്വാസവും കഠിനാധ്വാനവും കൈവിടാതെ മുന്നോട്ട് പോയാൽ ആഗ്രഹിച്ച കാര്യങ്ങൾ ലഭിക്കുക തന്നെ ചെയ്യും. ഒന്നിനെയും ഭയപ്പെടാതെ ധൈര്യമായി മുന്നോട്ട് പോകാം. ഈ റീഡിംഗ് നിങ്ങളുമായി കണക്റ്റ് ചെയ്യുന്നുവെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും ഈ റീഡിങ്ങിലെ പോസിറ്റീവ് എനർജി ക്ലെയിം ചെയ്യുന്നതിനായി താങ്ക് യു യൂണിവേഴ്സ് എന്ന് കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. അതുകൊണ്ട് നിങ്ങളുമായി കണക്റ്റ് ചെയ്യുന്നവ മാത്രം സ്വീകരിക്കുക. നിങ്ങൾക്കൊരു പേഴ്സണൽ റീഡിംഗ് ആവശ്യമാണെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ നൽകിയിരിക്കുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. വീണ്ടും പുതിയൊരു റീഡിംഗുമായി കാണാം. താങ്ക്